നോക്കൂ, നിങ്ങളൊരു വിശ്വാസിയായിരിക്കാം, ചിലപ്പോൾ ഒരു അവിശ്വാസിയായിരിക്കാം. പക്ഷെ ഞാനിവിടെ ഒരു 10 കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. ഇതിലൊരു 4 കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചിൽ തട്ടി പറയാൻ പറ്റുമോ നിങ്ങളിപ്പോ നല്ല സമ്പത്തിന് ഉടമയാണെന്ന്? ഞാൻ പറയുന്ന ഈ 10 കാര്യങ്ങളിൽ ഒരു 5 കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള അടിത്തറ പാടെ ഇളകുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതം തന്നെ കുറച്ചധികം പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ സൂചനയാണിത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തില് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുന്ന മുമ്പ് തന്നെ നമ്മുടെ ചുറ്റുപാടുകൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായി വരും. പ്രത്യേകിച്ച് നമ്മൾ വസിക്കുന്ന വീടിന് ചില മാറ്റങ്ങൾ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ആ ചൈതന്യം, ആ വീടിനുള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യം നമ്മളടുത്ത് രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ഇത് നീ സൂക്ഷിക്കേണ്ടുന്ന സമയമായിരിക്കുന്നു. നീ ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറേണ്ടുന്ന ഒരു മാർഗങ്ങൾ അന്വേഷിക്കണം. കാര്യം നീ വന്നുകൊണ്ടിരിക്കുന്നത് വലിയ പതനത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ ഉടനടി നീ അവലംബിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഇതിനെ ശ്രദ്ധിക്കാത്ത ഒരു മനുഷ്യന് ഇത് വ്യക്തമാകുകയില്ല. അയാൾ ഒടുവില് സർവവും നശിച്ച് ജീവിതം തന്നെ പെരുവഴി ആധാരത്തിലേക്ക് ആവുമ്പോൾ അപ്പൊ അയാൾ മനസ്സിലാക്കും, ശരിയാണല്ലോ, അന്ന് ഈ സൂചനകൾ എനിക്ക് ലഭിച്ചിരുന്നു, പക്ഷെ ഞാനത് കാര്യമാക്കിയിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലൈഫിൽ ദുരനുഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, ഇതില് മിനിമം ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു അസ്ട്രോളജറുടെ സേവനം നിങ്ങൾ തേടണം. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം തിരുത്തേണ്ടുന്ന ഒരു പാത കഴിഞ്ഞു. ഇനി ഒരു പക്ഷെ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഈശ്വര പ്രാർത്ഥനയൊക്കെ നടത്തി നമുക്ക് അതിൽ നിന്ന് കരകയറി വരാം. പക്ഷെ 5ൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് അത് നിയന്ത്രിക്കാൻ പറ്റില്ല. എന്താണ് നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം, നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന പ്രശ്നമാണ്, ഇതിനെക്കുറിച്ച് പഠിപ്പുള്ള ഒരു അസ്ട്രോളജർക്ക് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ആ സേവനം കൂടി തേടേണ്ടതുണ്ട്. എന്തായാലും ആ ലക്ഷണങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ പ്രവേശിച്ച നിത്യേന രാവിലെ നിങ്ങൾക്ക് ഒട്ടേറെ ഉപകാരപ്രദമാകുന്ന അറിവുകൾ ലഭ്യമാകുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിനെന്ന് പറഞ്ഞാൽ നമ്മളുമായി ബന്ധിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. അതായത് നമ്മളെ പോലെ തന്നെ അതിനൊരു ജീവനുണ്ട്. അപ്പോ നമ്മുടെ ആ ഊർജ്ജത്തെ സംരക്ഷിക്കുന്ന ഒരു ആത്മാവും അതിനുണ്ടെന്ന് സങ്കല്പിച്ചോളൂ. അപ്പൊ ആ വീടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഒരു സൂചന തരും. അതിൽ വസിക്കുന്ന മനുഷ്യർക്ക് ചില ലക്ഷണങ്ങൾ തരും. അപ്പോൾ പണ്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുള്ളത് കൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവര് അപ്പോൾ തന്നെ ഈശ്വര വിശ്വാസത്തിലൂടെ, ആ പ്രാർത്ഥനകളിലൂടെ അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കും. അതല്ല, ക്യാരക്ടറിൽ വന്ന പ്രശ്നമാണെങ്കിൽ ആ ക്യാരക്ടർ ഒന്ന് മാറ്റിവെക്കും. അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യമാണെങ്കിൽ അതിനെ അവർ പരിഹരിക്കും. അങ്ങനെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ താളക്കുഴപ്പങ്ങളെ അവർ പരിഹരിക്കുകയും അവരുടെ ജീവിതം ഏറ്റവും ഉത്തമമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ ദൗർഭാഗ്യവശാല് ഇന്നുള്ള പലർക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടും അവർ സന്തോഷത്തോടു കൂടിയോ സമാധാനത്തോടു കൂടിയോ മുന്നോട്ട് പോകും. പക്ഷെ എത്ര കാലം ഈ സന്തോഷവും സമാധാനവും നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അധികം വൈകാതെ ഇവരെ കാത്തിരിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഇത് ഭയപ്പെടുത്താൻ പറയുന്നതൊന്നുമല്ല. ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് അത് കരകയറാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡോക്ടർ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഷുഗർ ഇത്രയും കയറിയിട്ടുണ്ട്, കൊളസ്ട്രോൾ ഇത്രയുണ്ട്, BP ഇത്രയുണ്ട്. അപ്പൊ രോഗി ആയിട്ടിരിക്കുന്ന ആളിന് അത് വലിയ ഫീലൊന്നും ചെയ്യില്ല ആദ്യ കാലയളവിൽ. കാര്യം ഇതുകൊണ്ടുള്ള കേടുപാടുകൾ അയാളുടെ ശരീരത്തിൽ നടക്കുന്ന അയാൾ അറിയുന്നില്ല. ഇത് മാരകമാകുമ്പോഴാണ് അയാൾ ഇതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവുക. അത്രയും നാൾ അയാൾ അതിനെ ചിലപ്പോൾ തള്ളിക്കളഞ്ഞു എന്ന് വന്നേക്കാം. പക്ഷെ ഇന്ന് അതിന്മേലെ അറിവുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്നത്തെ മനുഷ്യർ പോയി അതിനുള്ള കൃത്യമായ ചികിത്സ നടത്തുക, പരിഹാരങ്ങൾ കാണുക തുടങ്ങിയൊക്കെ ചെയ്യാറുണ്ട്. പണ്ട് ഇതായിരുന്നില്ല കാര്യം. അതുപോലെ തന്നെ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി അതിനെന്താണ് പരിഹാരം എന്നുള്ളത് നിശ്ചയിച്ച് ചെയ്യുന്നതായിരിക്കും ഏറെ ഉത്തമം. പക്ഷെ ഓരോ കാര്യത്തിനും നമ്മൾ തെറ്റിദ്ധാരണ പാടില്ല എന്ന് പറയട്ടെ. നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ ചില വ്യക്തികൾക്ക് അത് തെറ്റിദ്ധാരണജനകമായിട്ട് എടുക്കും. ചില കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളെ അവർ സങ്കല്പിച്ചുണ്ടാക്കും. അത് പാടില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ
വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ ലക്ഷണമുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടത്. ഒന്നാമത്തേത്, ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കൾ വീണുടയുന്നത്. നമ്മുടെ വീട്ടിൽ ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് ഉടയാൻ സാധ്യതയുള്ളതാണ്. മണ്ണ് കൊണ്ടുള്ള വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് കയ്യോ കാലോ ഒക്കെ തട്ടി ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ആ ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കൾ ഉടഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അബദ്ധമൊന്നുമല്ല. പക്ഷേ ഒരാളുടെ വീട്ടിൽ നിരന്തരമായിട്ട് ഗ്ലാസുകൾ വീണുടയുന്നു, ആഴ്ചയിൽ 2, 3 അങ്ങനെ വേണ്ട എല്ലാ ഗ്ലാസുകളും ഉടയുന്നു, ചുവരിൽ തൂക്കിയിട്ടുന്ന കണ്ണാടി വീണുടയുന്നു, ഗ്ലാസ് ജാർ വീണുടയുന്നു, മത്സ്യങ്ങളായിട്ടിരിക്കുന്ന ആ ടംബ്ലർ വീണുടയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആഴ്ചയിൽ 1, 2 അല്ലെങ്കിൽ ചിലപ്പോൾ മാസത്തിൽ 2, 3 ഒക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് നാശനഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ നോക്കണം. അതിന് പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അഗ്നിമുഖൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഫോഴ്സ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നെങ്കിൽ അത് വരാം. അല്ലാതെ ചില നെഗറ്റീവ് ആയിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ച് കേട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. ഇതല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാളുടെ അശ്രദ്ധ കൊണ്ടുവരാം. ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുള്ളവർക്ക് ഒരു സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് ഉയർത്തുമ്പോൾ വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരാള് വീട്ടിലുണ്ടെങ്കിൽ അതുമൂലം വരാം. പക്ഷെ ഇത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ സ്വയം ഒരു വിലയിരുത്തൽ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ആചാര്യന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് തിരക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ചിതലരിക്കുന്നത്. ചിതലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിതൽ വീട്ടിൽ കയറിപ്പോയാൽ വലിയ പ്രശ്നമാണ്. എന്നാൽ തണുപ്പ് കൂടുതലുള്ള മുറികളിലൊക്കെ ചിലപ്പോൾ ടൈലിട്ട് കഴിഞ്ഞാൽ പോലും ചുവരിൽ ഈ വരിച്ചതൽ എന്ന് പറയുന്ന കാര്യങ്ങൾ വന്നുകൂടാൻ സാധ്യതയുണ്ട്. ചെറിയ തോതിൽ ആരംഭിക്കുമ്പോൾ നമുക്ക് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ പലതരം ഇങ്ങനെ കെമിക്കലുകളുണ്ട്. അതിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡീസലോ പെട്രോളോ ഒക്കെ ഉപയോഗിച്ച് അതിനെ കൂട് നശിപ്പിച്ച് നമുക്ക് ചിതലിനെ മാറ്റാം. പക്ഷേ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വീട്ടിൽ ചിതലിന്റെ ഒരു പ്രസരം തന്നെ, നിങ്ങൾ എല്ലാ വസ്തുക്കളും അടുക്കി ഒതുക്കി വെച്ച് തൂത്ത് വൃത്തിയാക്കി ചുരുട്ട് എല്ലാം ക്ലീനാക്കി വെച്ചിട്ട് അവിടെ ചിതലിന്റെ അതിപ്രസരം ഉണ്ടെങ്കിൽ ആ വീട്ടിനെന്തോ കാലപ്പഴക്കം വരുന്നു, ആ വീടെന്തോ ഒരു നാശദുരിതത്തിലേക്ക് പോകാൻ പോകുന്നു. അത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, വീട്ടിന് സമീപത്തുള്ള തുളസികൾ ഉണങ്ങിപ്പോകുന്നത്. ഇവിടെ പ്രത്യേകിച്ച് തുളസികൾ എന്ന് മാത്രമല്ല, ചെടികളെ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മുടെ വീടിന്റെ പരിസരത്ത് തുളസിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെയും അല്ലെങ്കിൽ അതിന്റെ കാലപ്പഴക്കം കൊണ്ടൊക്കെ തുളസി ചെടികളൊക്കെ ഉണങ്ങിപ്പോകുന്നത് അത്ര തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല. അത് നൂറ്റാണ്ടുകളോളം നിൽക്കുന്ന ഒരു സസ്യമൊന്നുമല്ല തുളസി എന്ന് പറയുന്നത്. അത് പൂത്ത് അലഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഇല്ലാണ്ടായിപ്പോ. പക്ഷേ 1, 2 അല്ല, ചുറ്റുപാടുള്ള എല്ലാ തുളസികളും ഉണങ്ങിപ്പോകുന്നു. അല്ലാതെയുള്ള പൂത്ത് വയ്ക്കുന്ന ചെടികളെല്ലാം നശിച്ചു പോകുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആ വീടുമായി ബന്ധപ്പെട്ട് എന്തോ ചില നെഗറ്റീവുകളുടെ കടന്നുവരവുണ്ട് എന്ന് നമ്മൾ സൂചന നൽകണം. കാര്യം ലക്ഷ്മിയുടെ വാസം അവിടെ കുറയുകയാണ്. ഭഗവതിയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഐശ്വര്യം പടിയിറങ്ങിപ്പോയതിന് തുല്യമാണ്. അപ്പൊ അതിനെ നമ്മൾ കണക്ക് കൂട്ടേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, പ്രാർത്ഥിക്കാനോ അമ്പലത്തിൽ പോകാനോ സമയം കിട്ടാത്തത്. അതായത് നമ്മുടെ വീട്ടിലെ ഈശ്വരദീനത്തിന്റെ പ്രധാന കാരണമാണ് നമ്മുടെ നിത്യജപങ്ങളും ക്ഷേത്രത്തിൽ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും. പക്ഷെ ഒരു വ്യക്തിക്ക് അയാളുടെ ജോലി തിരക്ക് കൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ അയാൾ നിലവിളക്ക് തെളിയിക്കാൻ മറക്കുന്നു, അയാൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവുന്നില്ല, എല്ലാത്തിൽ നിന്നും വിമുഖത കാണിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ആ കണക്ഷൻ ഇയാൾ വിച്ഛേദിക്കുകയാണ്. ആ വിച്ഛേദിക്കാനുള്ള കാര്യം എന്താണ്? ഒരു നാശനഷ്ടം ഇയാൾക്ക് ഉണ്ടാവുമ്പോൾ ദൈവാധീനം സ്വാധീനം ഇയാൾക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ആ പ്രകൃതിയുടെ ഒരു രീതിയാണ്. അപ്പൊ എന്താ, അയാളെ സംരക്ഷിക്കാൻ ആരും കാണില്ല. അപ്പൊ നിങ്ങളിൽ ഇങ്ങനെ ഈശ്വര വിശ്വാസം കുറഞ്ഞു വരുന്നു, ക്ഷേത്രത്തിൽ പോകാനൊരു താല്പര്യമില്ല. അങ്ങനെയുള്ള ചില അവസ്ഥകൾ വരികയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ചിലപ്പോൾ ശനിയുടെ പിടുത്തം, കേതു രാഹുവിന്റെ ഒക്കെ ഒരു സമ്മർദ്ദം, ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടായി വന്നേക്കാം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിപ്പിക്കാം. കാര്യം അങ്ങനെയൊക്കെ കേതുവിനും രാഹുവിനും ശനിക്കും ഒക്കെ നമ്മളെ കയറി പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ ഈശ്വരനിൽ നിന്ന് അകറ്റണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറെ കഷ്ടനഷ്ടങ്ങൾ ഇതിന് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊരു ലക്ഷണമാണ്. അഞ്ചാമത്തെ കാര്യം, വീട്ടിനകത്തൊരു ദുർഗന്ധം അനുഭവപ്പെടുക. വീട്ടിനകത്ത് ദുർഗന്ധം പൊതുവെ ഉണ്ടാവുന്നത് മുഷിഞ്ഞ തുണികളും മറ്റ് വസ്തുക്കളും ഒക്കെ നമ്മൾ കൊണ്ടുവയ്ക്കുക, അടുക്കള മാലിന്യകരമായിട്ട് കിടക്കുക, ഫ്രിഡ്ജൊക്കെ വളരെയധികം മോശകരമായിട്ട് സൂക്ഷിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിനകത്ത് ദുർഗന്ധം സ്വാഭാവികമാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ ദുർഗന്ധം മാറുകയും ചെയ്യും. പക്ഷെ കാര്യമൊന്നും ഇല്ലാതെ വീട്ടിനകത്ത് വല്ലാതൊരു ഗന്ധം, മുഷിഞ്ഞ ഗന്ധം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് അറിഞ്ഞുകൂടെ എന്താണെന്ന്. ഒരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ അയാൾ മലവിസർജനാദികളൊക്കെ വീട്ടിനകത്താണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മലവിസർജനാദി വീട്ടിനകത്തൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്തരം പ്ലേസുകളിൽ ദുർഗന്ധം അനുഭവപ്പെടും. അതിനെക്കുറിച്ചേ അല്ല പറയുന്നത്. കാരണം അറിഞ്ഞുകൂടാത്ത ഒരു ദുർഗന്ധം നമ്മുടെ വീട്ടിനുള്ളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കണമെങ്കിൽ ആ വീട്ടിനകത്തെ ശുദ്ധികളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ വീട്ടിനകത്ത് ദുർദേവതാവാസങ്ങളുണ്ട് എന്നൊരു സൂചനയാണ്. ആറാമത്തെ കാര്യം, വാതിലിലും ജനാലയിലും ശബ്ദങ്ങൾ ഉണ്ടാക്കുക.
കാലപ്പഴക്കം കൊണ്ട് നമ്മുടെ ജനാലയ്ക്കും വാതില് അതിന്റെ വിചാരിക്കൊക്കെ തുരുമ്പൊക്കെ കയറിയിട്ട് ശബ്ദം ഉണ്ടാകുക സ്വാഭാവികം. അപ്പോഴും നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കും അല്ലെ? അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. എന്നാൽ എന്ത് ചെയ്തിട്ടും ചില വീടുകളിൽ വാതിൽ ഇങ്ങനെ കറകറാന്ന് സൗണ്ട് ഉണ്ടാവുക, ജനാലയ്ക്ക് വല്ലാതെ സൗണ്ട് ഉണ്ടാവുക, ജനാല നശിച്ചു പോവുക, വാതില് നശിച്ചു പോവുക, അങ്ങനെ തുടർച്ചയായിട്ട് അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും ഈശ്വര വിലാസത്തിന്റെ കുറവാണ്. നമുക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ദുരിതം വന്നുകൂടാനിരിക്കുകയാണ്. അത് വ്യക്തമായിട്ട് കാണേണ്ടതാണ്. ഏഴാമത്തെ കാര്യം ഉറക്ക പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉറക്കമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. പലതരം സമ്മർദ്ദങ്ങൾ, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, രാത്രിയിലെ മോശപ്പെട്ട ഭക്ഷണ ശീലങ്ങൾ, അങ്ങനെ പലതുകൊണ്ട് അവർക്ക് ഉറക്കത്തിന് ഒരു പ്രയാസം നേരിടുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഉറക്ക പ്രശ്നങ്ങൾ കുറെ കാലം കഴിഞ്ഞിട്ട് മാറിപ്പോകുന്നില്ല. ഇവർക്ക് വളരെയധികം സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കൂടി വരുന്നു. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള ഈശ്വരാധീനത്തിന്റെ വലിയ കുറവിനെയാണ് സൂചന നൽകുന്നത്. അപ്പോൾ ഇവിടെയും നമ്മളൊരു ശ്രദ്ധ വെക്കേണ്ടതാണ്. എട്ടാമത്തെ കാര്യം, കിണറ്റിലെ ജലം വറ്റുന്നത്. അതായത് നമ്മളെ കിണർ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. വേനൽക്കാലത്ത് കിണറുകളിൽ ജലം കുറഞ്ഞു വരുന്നത് സ്വാഭാവികമാണ്. ചിലയിടങ്ങളിൽ നല്ല ജലസമൃദ്ധി ഉണ്ടാകും, അത് ഭാഗ്യം ചെയ്തവർക്കാണ്. അല്ലാത്തവർക്ക് വേനൽക്കാലത്ത് കടുക്കുമ്പോൾ വെള്ളം വറ്റിപ്പോകും. അങ്ങനെയല്ലാതെ പെട്ടെന്ന് ജലം ഒറ്റയടിക്കങ്ങ് വറ്റിപ്പോവുക, മാത്രമല്ല ജലത്തിന്റെ രുചിക്ക് തന്നെ മാറ്റം വരിക, ഒരു രുചി വ്യത്യാസം വരിക, ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ കാണുമെങ്കിൽ ശ്രദ്ധിക്കുക. കൂപവുമായി ബന്ധപ്പെട്ട ഈശ്വരാധീനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണ്. അതായത് നമ്മുടെ വീടിന്റെ വാസയോഗ്യത അത് കുറയ്ക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ കുടുംബത്തിനകത്ത് ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒരു ശ്രദ്ധ വയ്ക്കേണ്ട പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നായിട്ട് കരുതണം. ഒൻപതാമത്തെ കാര്യം, കുടുംബത്തിനകത്തെ ലഹരിയുടെ കടന്നുവരവ്. അതായത് കുടുംബത്തിലെ അംഗങ്ങളാരും ലഹരി ഉപയോഗിക്കുന്നവരാകരുത് എന്ന് പറയുന്നത്. അത് മദ്യമാവട്ടെ, സിഗരറ്റ് ആവട്ടെ, മറ്റേത് കാര്യമാവട്ടെ, അതെല്ലാം ലഹരി വസ്തുക്കൾ തന്നെയാണ്. ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യനെ സാമ്പത്തികമായിട്ട് ജീവിതത്തിലെ എല്ലാ നല്ല ഗുണങ്ങളെ നശിപ്പിക്കുന്ന ഒന്നാണ്. അതിൽ സംശയമൊന്നുമില്ല. അത് കുറഞ്ഞ അളവിലാണോ കൂടിയ അളവിലാണോ എന്ന് പറഞ്ഞ് അതിൽ ഒഴിവ് കഴിവുകളൊന്നും നടത്തണ്ട. ലഹരി വസ്തുക്കൾ എന്നും മോശം തന്നെയാണ്. പക്ഷെ വീട്ടിൽ തുടർച്ചയായിട്ട് ലഹരി വസ്തുക്കൾ ചിലപ്പം കുടുംബ ഗൃഹനാഥന അല്ലെങ്കിൽ കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ട് കടന്നു വരുന്നത് തന്നെ വീട്ടിലെ ഈശ്വരാധീനം കെട്ടുപോകുന്നതിന്റെ വലിയ ലക്ഷണമാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഗൃഹനാഥനാണെങ്കിൽ ഗൃഹനാഥൻ ഒഴിവാക്കുക, കുട്ടികൾ ആരെങ്കിലോ അങ്ങനെയുള്ളവരാണെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ അത് പാടെ വർജിക്കുക എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ ഈശ്വരാധീനം വർദ്ധിച്ചു വരും. അത് കുറയ്ക്കാനോ ഒന്നും കഴിയുന്നില്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ ഈശ്വരാധീനത്തിന്റെ നില ഇതുമൂലം തന്നെ വഷളാവാൻ സാധ്യതയുണ്ട്. അത് ഇനിയിപ്പം പല ഗുണങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ലഹരി വസ്തുക്കളുടെ ഒരു കടന്നുവരവ് വീട്ടിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ക്രമങ്ങളെല്ലാം മാറ്റിമറിക്കും. ആ ജീവിതം അധാഗതിയിലേക്ക് പോകാൻ അത് തന്നെ പ്രധാന കാരണവുമായി ഭവിക്കും. പത്താമത്തെ കാര്യം, ഭിത്തിയിൽ കാണപ്പെടുന്ന പാടുകൾ എന്നുള്ളതാണ്. ഭിത്തിയിൽ ഒരുതരം രക്തത്തിന്റെ സമാനമായിട്ടുള്ള കറകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കാണപ്പെടുക എന്ന് പറയുന്നത് അത്ര ഗുണകരമായിട്ടുള്ള കാര്യമല്ല. ചില നെഗറ്റീവ് ഫോഴ്സിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇത് കണ്ടുവരാറുണ്ട്. അത് വീട്ടിന്റെ ഊർജ്ജത്തെ കെടുത്തുകയും നമുക്ക് സാമ്പത്തികപരമായിട്ടും അല്ലാതെയും കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ കുട്ടികൾ ഏതെങ്കിലും ചായം, നെയിൽ പോളിഷ് വെച്ച് തേച്ചതോ കുങ്കുമം വെച്ച് തേച്ചതോ അതെല്ലാം ചുവന്ന കറയായിട്ടൊന്നും കരുതരുത്. അല്ലെങ്കിൽ ഏതെങ്കിലും കൊതുകിനെയൊക്കെ വെച്ച് ചുവരിൽ അടിച്ചു വന്നിട്ട് അതിന്റെ കറയിരിക്കുന്നതൊന്നും കരുതരുത്. ഇത് കൃത്യമായ ഏതാണ്ട് ഒരു വിരൽ നീളത്തിൽ ഇങ്ങനെ കുറുകെയുള്ള വരകളോ നെടുകെയുള്ള വരകളോ ആയിട്ട് കാണപ്പെടും. അത്തരം വരകൾ പല മുറികളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആ വീട്ടിൽ ഈശ്വരാധീനത്തിന്റെ കുറവാണ്, സാമ്പത്തികമായിട്ട് ഒരു അധപതനത്തിന്റെ സൂചനയുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട് നമ്മളടുത്ത് പറഞ്ഞിരുന്ന ചില രഹസ്യങ്ങൾ നമുക്ക് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഇതിൽ നിന്ന് നീ വഴിമാറണം എന്ന് തരുന്ന ലക്ഷണങ്ങളാണിത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പരിഹരിക്കാൻ ഈശ്വര പ്രാർത്ഥനയിലൂടെ മറ്റുമൊക്കെ നിങ്ങൾക്ക് ഇത് പരിഹരിക്കാൻ പറ്റുന്നതല്ല, ആ രീതി ചെയ്യണം. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു അസ്ട്രോളജറെ സമീപിച്ച് ഇതെന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ കൂടി ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോയുടെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ റെക്കമെൻഡേഷൻ നോട്ടിഫിക്കേഷൻ ഗൂഗിൾ നിങ്ങൾക്ക് അയച്ചു തരികയുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്.
ജ്യോതിഷപരമായിട്ടും പൂജാപരമായിട്ടുള്ള അപ്പോയിൻമെന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്രൻ മഠം. നമസ്തേ.